വ്യാപകമായ വിൽപ്പന സമ്മർദ്ദം അനുഭവപ്പെട്ടതുമൂലം ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ ഇടിവാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ആഗോള വ്യാപാര യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകളും സമ്പദ് വ്യവസ്ഥയെ അതും മാന്ദ്യത്തിലേക്ക് തള്ളിവിടാനുള്ള സാധ്യതകളുമാണ് നിക്ഷേപകരുടെ വികാരത്തെ സ്വാധീനിച്ചത്. വിറ്റഴിക്കൽ രൂക്ഷമായതോടെ രാവിലെ ഏകദേശം 734 ഓഹരികളാണ് 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ എത്തിയത്. നിഫ്റ്റി IT സൂചിക 5% ഇടിഞ്ഞ് 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെത്തി. കഴിഞ്ഞ 3 ട്രേഡിംഗ് ദിവസങ്ങളിലായി IT സൂചിക ഏകദേശം 10% ആണ് ഇപ്പോൾ ഇടിഞ്ഞു നിൽക്കുന്നത്. ഏകദേശം താഴ്ച നോക്കിക്കഴിഞ്ഞാൽ 5000 പോയിന്റിലധികമാണ് നഷ്ടം രേഖപ്പെടുത്തിയത്. ടാറ്റ കൺസൾട്ടൻസി, ഇൻഫോസിസ്, എംഫാസിസ്, LTI, മൈൻഡ് ട്രീ തുടങ്ങിയ പ്രധാന IT ഓഹരികളെല്ലാം 8% വരെയാണ് താഴ്ന്നിട്ടുള്ളത്. അതുകൂടാതെ ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരിയിൽ 12% ഇടിവാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ 542 രൂപയിലാണ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഓഹരി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7% ഇടിഞ്ഞ TCS ഓഹരി BSEയിൽ 52 ആഴ്ചയിലെ താഴ്ന്ന നിരക്കായ 3060 രൂപയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻഫോസിസ് ഏകദേശം 10% ഇടിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്ത് 1307 രൂപയിലാണ്. കൂടാതെ ടാറ്റ ഗ്രൂപ്പിന്റെ റീറ്റെയിൽ വിഭാഗമായ ട്രെൻഡ് ഓഹരികൾ ഏകദേശം 19% വരെയാണ് നഷ്ടം രേഖപ്പെടുത്തിയത്. 2024 ജൂണിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ ഇടിവാണ് ഓഹരി വിപണി രേഖപ്പെടുത്തിയത്. ട്രെൻഡിന്റെ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ 2025 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 4ാമത്തെ ക്വാർട്ടറിൽ കമ്പനി 4334 കോടി രൂപയുടെ വരുമാനമാണ് നേടിയത്. അപ്പോൾ കഴിഞ്ഞ വർഷം അതായിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 28% വളർച്ചയാണ് കമ്പനി രേഖപ്പെടുത്തിയത്. അതുകൂടാതെ ഓഹരി വിപണി ഇത്രയും താഴാനായിട്ട് കാരണം ട്രംപിന്റെ താരിഫുകൾ മൂലമുണ്ടാവുന്ന ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ പ്രക്ഷുബ്ധത എങ്ങനെ പരിഹരിക്കുമെന്ന് ആർക്കും ഒരു സൂചനയില്ല. അതൊക്കെ നിക്ഷേപകരെ വളരെയധികം ആശങ്കയിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രതിഫലനം മൂലം നമ്മുടെ ആഗോള വിപണിയിലെല്ലാം ഒരു അനിശ്ചിതാവസ്ഥ നിലവിലുണ്ട്. അപ്പോൾ അതിന് ചുവട് പിടിച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യൻ വിപണിയും പോകുന്നത്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം നല്ല രീതിയിലുള്ള താഴ്ച സംഭവിച്ചത്.